ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ അധികം ചിലവില്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ച് പോലത്തുള്ള നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല. ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെക്കുക. ഞാനിവിടെ കുറച്ച് ടോളായിട്ടുള്ള ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. 8 ഇഞ്ചിൻ്റെ ഒരു ടിന്ന്, 8 ഇഞ്ചിൻ്റെ കേട്ടോ. അപ്പോൾ അതാദ്യം കുറച്ച് എണ്ണ, ഞാൻ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എന്താ വെച്ചാൽ കുറച്ച് ലൈറ്റായിട്ട് പുരട്ടാവും. എന്നിട്ട് കുറച്ച് മൈദ ഞാനൊന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ മാത്രം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഫിൽറ്റർ വയ്ക്കുക, ഒരു അരിപ്പ വയ്ക്കുക. എന്നിട്ട് ആദ്യം 1 കപ്പ് മൈദ, ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഇതിലിടാനേ പാടുള്ളൂ. ഒന്നിച്ചിങ്ങനെ കോരിയെടുക്കരുത്. കോരിയെടുക്കുമ്പോൾ നമുക്ക് അതിൽ ഗ്യാപ്പ് വരും, പിന്നെ ആ മൈദയുടെ കണക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, മെഷർമെൻറ്റ്. അപ്പോൾ ഇതുപോലൊരു സ്പൂൺ കൊണ്ട് കോരിയിട്ട് എടുക്കുക. എന്നിട്ടിത് ലെവൽ ചെയ്തിട്ട് വടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ 1 കപ്പ് മൈദ എടുക്കണം. ഇത് 250 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ അത് ഞാൻ ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഞാനിവിടെ കാഡ്ബറിയുടെയാണ് എടുത്തിരിക്കുന്നത്. നല്ല കൊക്കോ പൗഡർ ആകുമ്പോൾ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ബ്രാൻഡിൻ്റെ തന്നെ കൊക്കോ പൗഡർ എടുക്കുക. ഇതേപോലെ തന്നെ സ്പൂൺ കൊണ്ട് ഈ 1/4 കപ്പിലേക്ക് ഇത് കോരിയിട്ടിട്ട് ഇതേപോലെ ലെവൽ ചെയ്തെടുക്കുക. ഇങ്ങനെ ലെവൽ എടുക്കുമ്പോൾ മാത്രമേ കറക്റ്റ് നമുക്ക് ആ മെഷർമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇതിൽ ഇടുക. പിന്നെ ഒരു 2 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്താലാണ് ഇതെല്ലാം ഒരേപോലെ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ചില ഭാഗത്ത് താഴ്ന്നിരിക്കും, ചില ഭാഗത്ത് പൊന്തി വരും. പിന്നെ ചിലപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോവാനും എല്ലാ ഇതിനും വേണ്ടിയിട്ട് ഒരു 3 പ്രാവശ്യം മിനിമം നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ടയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്തിരിക്കുന്നത്. വാനില എസൻസ് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം. അതിൻ്റെ ശേഷം മുട്ട അടിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിക്കുക. പഞ്ചസാര പൊടിച്ചതിന് ശേഷം അതിലേക്ക് 4 മുട്ട ചേർക്കുക. 4 മുട്ടയും വാനില എസൻസും ചേർത്തതിൻ്റെ ശേഷം ഒരു 30 സെക്കൻഡ് ആട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിക്കുക. കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ചൂടായി പോവും. അപ്പോൾ മിക്സിയുടെ ജാറ് ചൂടാവരുത്, ആ രീതിയിൽ അടിച്ചെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ അതിലേക്ക് ഓയിലും കൂടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത്രേ വേണ്ടൂ. ഞാനിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതായത് പൊടിക്കുന്നതിൻ്റെ മുന്നേ 1/4 കപ്പ് പഞ്ചസാര എടുക്കുക, പൊടിക്കുക. അപ്പോൾ അത് 1 കപ്പ് പൊടിച്ചതിന് ശേഷം 1 കപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിക്കുന്നതിൻ്റെ മുന്നേ 1/4 കപ്പാണ് കേട്ടോ പഞ്ചസാരയുടെ അളവ്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും അടിക്കുക. അപ്പോൾ കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് പിന്നെ വീണ്ടും അടിക്കുക. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേ ഈ ഒരു പരുവത്തിലായിരിക്കണം, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് അടിച്ചെടുക്കേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ തേനാണ്, അതായത് ഹണിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇത് ചേർക്കണമെന്ന്. അപ്പോൾ ആ മുട്ടയുടെ കുത്തുന്ന ആ ഒരു മണം ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു നിർബന്ധവും ഇല്ല, ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഏത് റിഫൈൻഡ് ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അത് ചേർക്കാം. അപ്പോൾ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. കുറേ നേരം ഇട്ടിട്ട് അടിക്കരുത്, ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ട കെട്ടാതെ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇത് ഒരേ ഡയറക്ഷനിൽ മാത്രമേ മിക്സ് ചെയ്യാവൂ. ക്ലോക്ക് വൈസ് ആകുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രം മിക്സ് ചെയ്യുക, അല്ലാതെ രണ്ട് ഡയറക്ഷനിലും വെച്ച് മിക്സ് ചെയ്യരുത്. പിന്നെ ആ മുട്ടയുടെ പത പോവാൻ പാടില്ല. മുട്ടയുടെ പത അതുപോലെ നിൽക്കണം, എന്നാലാണ് നമുക്ക് ആ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ മുട്ടയുടെ പത പോവാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ അതാ ബാറ്റർ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനം ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പാലാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാല്, അതിപ്പോൾ കാച്ചിയതായാലും കാച്ചാത്തതായാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ പാല് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ട് ഒഴിക്കരുത്. അതേപോലെ മുട്ട അതെ, ഫ്രിഡ്ജിൽ വെച്ച മുട്ട നേരിട്ടിട്ട് ഇതിലേക്ക് ഉപയോഗിക്കരുത്. എല്ലാം സാധാരണ നമ്മളുടെ റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമേ കേക്കിന് ഉപയോഗിക്കാവൂ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ആ മുട്ടയൊക്കെ അതിൻ്റെ അങ്ങനെ പതഞ്ഞു പൊന്തിയതൊക്കെ താഴ്ന്നു പോവും. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാതെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് കേക്ക് ടിന്നിലോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഒരു വലിയ കുക്കറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് കടായി അല്ലെങ്കിൽ വലിയ അലൂമിനിയത്തിൻ്റെ ചെരുവുണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ അവനിൽ, ഏതിൽ വേണമെങ്കിൽ വെച്ചിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഈ കുക്കറൊന്ന് അതിൻ്റെ ഗ്യാസ്കറ്റും അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റും മാറ്റി വയ്ക്കണം. അതിനുശേഷം, അതായത് ഗ്യാസ്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാഷറില്ലേ അത്, പിന്നെ വെയിറ്റും മാറ്റിയതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് വെക്കുക. അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്യുക. അത്രേ വേണ്ടൂ. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുക. ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇത് സിറപ്പാക്കുന്ന വേണ്ട, കുറേ അതായത് കട്ടിയുള്ള സിറപ്പാകണ്ട. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഇത് രണ്ടും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലേഡും അതുപോലെ തന്നെ അതിൻ്റെ ആ ബോളും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രം ഉപയോഗിക്കുക. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീസറിൽ വെച്ച വിപ്പിംഗ് ക്രീമാണെന്ന് വെച്ചാൽ അതൊന്ന് പുറത്ത് കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ ആ ഐസ് പോലെ ആയിട്ടുണ്ടാവില്ലേ, അതൊന്ന് മാറി കിട്ടണം. എന്നിട്ടാണ് അടിക്കാവൂ. എന്നാൽ അടിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. 1 മണിക്കൂർ മുമ്പെങ്കിലും പുറത്തേക്ക് ഇറക്കി വെക്കണം. എന്നിട്ടിത് നന്നായിട്ട് നല്ല പീക്കാവുന്ന വരെ നന്നായിട്ട് അടിച്ചെടുക്കുക. തുടക്കത്തിൽ ലോ സ്പീഡിൽ വയ്ക്കുക, പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല പീക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഇതിപ്പോൾ തൽക്കാലം ഫ്രിഡ്ജിലോട്ട് മാറ്റാം. കേക്ക് ആവുന്നവരെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ കമിഴ്ത്തി കഴിഞ്ഞാൽ താഴേക്ക് വിടരുത്. അതൊരു അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയുടെ ഒരു കണക്കാണത്. ഇപ്പോൾ ഒരു 40 മിനിറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ നിങ്ങളൊരു 30 മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കാം. കേക്കിൻ്റെ നല്ല മണം വരില്ലേ, ആ സമയത്തൊന്ന് തുറന്നു നോക്കുക. എന്നിട്ട് നടുവിൽ കുത്തി നോക്കുക. അപ്പോൾ ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടിയും വെച്ചാൽ ആയി കിട്ടും. അപ്പോൾ കേക്കിൻ്റെ പാകം അറിയാൻ നല്ല മണം വരും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഞാൻ അതിൻ്റെ മണം വന്നപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടിയും വെച്ചപ്പോൾ ആയി. അപ്പോൾ 35 ഒരു 40 മിനിറ്റിൻ്റെ ഉള്ളിലാവും. മാക്സിമം 45 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തായാലും ആയി കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് അവിടെ മാറ്റാം. അപ്പോൾ കണ്ടില്ല, നല്ല സ്പഞ്ച് പോലെയാണ്, നല്ല സോഫ്റ്റാണത്. ഇനി ഇത് മുറിച്ചെടുക്കാം. 3 ലെയറായിട്ട് ഇത് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഉള്ള കത്തി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ വീട്ടിലുള്ള കത്തി ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പം നമുക്ക് വീട്ടിലുള്ള ഉപയോഗത്തിന് കത്തി കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് മുറിച്ചാൽ മാത്രം മതി. ഈസി ആയിട്ട് മുറിക്കാം, ഒരു പണിയുള്ളതല്ലാതെ. അങ്ങനെ എല്ലാ ലെയറും മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സ്പഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ലാസ്റ്റ് ലെയറും കൂടി ഒന്ന് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവുക കാരണം മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മുറിച്ചാൽ മാത്രം മതി. വേറെ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഇനി ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ ഞാൻ ചപ്പാത്തി കല്ലാണ് വെച്ചിരിക്കുന്നത്.
അല്ലാച്ച നിങ്ങളുടെ കയ്യിൽ പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമിഴ്ത്തി വെച്ചാലും മതി. അപ്പം നമുക്ക് വീട്ടിൽ ടേൺ ടേബിളിൻ്റെ ആവശ്യമില്ല, അതില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മീതെ കുറച്ചതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ ഇതിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേറ്റാണ് വെക്കണമെന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് ഇത് പ്ലേറ്റ് കമിഴ്ത്തി വയ്ക്കുക ചപ്പാത്തിക്കലിൻ്റെ മീതെ. എന്നിട്ട് അതിൻ്റെ മീതെ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് തൊടുവിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് അവിടെ ഉറച്ചിരുന്നോളും, ഇങ്ങനെ നീങ്ങില്ല. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യുക, നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ അത്രയും ആ ഷുഗർ സിറപ്പ് നമ്മൾ 3 ലെയറിൽ ഈക്വലായിട്ട് ഒഴിച്ചാൽ മതി. മുഴുവൻ ഞാൻ ഒഴിക്കുന്നുണ്ട്, 3 ലെയറിൽ ഈക്വലായിട്ട് ഒഴിക്കുക. എന്നിട്ട് ഇതേപോലെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ മീതെ വെക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഇത് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. പലർക്കും ഇതിങ്ങനെ കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ ഇത് വേണമെന്നില്ല. പിന്നെ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വെക്കാം. ഇനി ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ല, ക്രീം മാത്രമായാലും മതി. ഇനി രണ്ടാമത്തെ ലെയറും വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുക. വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെറി വയ്ക്കുക, തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതേപോലെ ചെറി വയ്ക്കുക. ഇപ്പോൾ വെച്ചിരിക്കുന്നത് അവസാനത്തെ ലെയർ ഏറ്റവും മീതെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യില്ലേ, അതാണ് ഏറ്റവും മീതെ വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ലെയർ ശരിക്കും നന്നായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അടിയിലത്തെ പീസാണ് ഏറ്റവും മുകളിൽ വയ്ക്കുക. എന്നിട്ട് വീണ്ടും സോക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യുക. ഇനി ഇതുപോലെ സൈഡിലും എല്ലായിടത്തും ആ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കുറേ ഭംഗിയിലാവണം എന്നില്ല കേട്ടോ. നമ്മളിതിൻ്റെ മീതെ ഡാർക്ക് ചോക്ലേറ്റൊക്കെ സ്പ്രെഡ് ചെയ്യുക, കാരണം പിന്നെ അത് കാണില്ല. അപ്പോൾ അതിൻ്റെ മീതെ നമ്മൾ കുറേ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 125 ഗ്രാം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വലിയ പീസായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഡിസൈനൊക്കെ നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ച് നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസൈൻ ചെയ്യാനൊന്നും ഞാൻ അത്ര അങ്ങോട്ട് എക്സ്പേർട്ടൊന്നുമല്ല, ഞാൻ എനിക്കറിയുന്ന രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഭാവനയ്ക്കനുസരിച്ച് ഏത് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ഇതിൽ ഫ്ലവർ ചെയ്യാം. ഇതിൻ്റെ സൈഡിലും ഇതുപോലെ ഇങ്ങനെ കുറച്ച് പിന്നെ ചോക്ലേറ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ മതി. അതിനേക്കാൾ എളുപ്പം വലിയ പീസാക്കിയിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെറുതാവുമ്പോൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കണം. വലിയ പീസാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ അത് അങ്ങനെ പിടിച്ചിരുന്നോളൂ. അപ്പോൾ അതാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ ഇതാ ഫ്ലവറൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുവിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മീതി ഇതുപോലെ ഫ്ലവർ വയ്ക്കുന്നുണ്ട്. അതുപോലെ അടിയിൽ നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇടയിലും ഇതുപോലെ തന്നെ ചെറിയ പൂവുകൾ വെച്ചു. പിന്നെ അതാ മീതെ ചെറി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായി. ഇനി ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഞാനിത് രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കട്ട് ചെയ്ത്. അപ്പോഴാണ് അത് പെർഫെക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.